ഹായ് ഫ്രണ്ട്സ്, മനുഷ്യന്മാരെക്കാളും അച്ചടക്കത്തോടെ സഞ്ചരിക്കുന്ന ഒരു പറ്റം പക്ഷികൾ. ഏറ്റവും എന്നെ ആകർഷിച്ചിട്ടുള്ള ഈ ഫാം ഹൗസ് കാഴ്ചയാണ് ഈ കാഴ്ച. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. ആ ഫാം ഹൗസിൻ്റെ നെല്ലിയാമ്പതിയുടെ ഫാം ഹൗസിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. ആ താറാവുകളും അതിനൊപ്പം തന്നെ ഗംഭീരമായിട്ടുള്ള മറ്റു ചില കാഴ്ചകളും റോഡ് ട്രിപ്പുകളും നമ്മൾ കേശവൻ പാറ എന്നുള്ള അടിപൊളി വ്യൂ പോയിന്റിലേക്ക് എൻ്റർ ചെയ്യുന്ന രംഗങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. സ്കിപ്പ് ചെയ്യാതെ ഓടിച്ചോടിച്ച് കാണാതെ പൂർണ്ണമായിട്ടും കാണുമല്ലോ. ടാറ്റാ, സ്റ്റേ ട്യൂൺഡ്. ഇവിടെ താറാവുകളുടെ വിവിധ തരം താറാവുകളുടെ ശേഖരമാണ്. ഇവരെല്ലാം സമൂഹ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നി. നോക്കൂ, ഏകകണ്ഠമായിട്ടുള്ള സൗണ്ടാണ് ഇവർക്കൊക്കെ ഉള്ളത്. കണ്ടോ, എന്ത് രസകരമായിട്ടുള്ളൊരു എക്കോസിസ്റ്റത്തിലാണ് ജീവിക്കണം. നോക്കൂ, നല്ല കാലാവസ്ഥ, എല്ലാവരും ഒരേപോലെ യൂണിഫോം ധാരികളാണ്. അവർ കൂട്ടപ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന നടത്തുന്നത് പോലെ രസകരമായിട്ടുള്ള ഇതാണ്. അവർ വിളിക്കുന്ന ഒരേ ദൈവം, അവർ സംസാരിക്കുന്ന ഒരേ ഭാഷ. ഈ കാട്ടത്തെ ചവിട്ടരുത് സൈക്കൂട്ട. ഓക്കെ, എന്ത് യൂണിഫോമിറ്റി നോക്കൂ, എന്ത് യൂണിഫോമിറ്റി നോക്കുകയാണ്. വാവ്, വണ്ടർഫുൾ. എന്ത് രസകരമായിട്ടുള്ള കാഴ്ച നോക്കൂ. അവർ കാണുമ്പോൾ ഒരേപോലെ എന്ത് ഡിസിപ്ലിനാണ് നോക്കണം. നമുക്കില്ല അത്രയും ഡിസിപ്ലിൻ. ഇത്രയും ഡിസിപ്ലിൻ ഓടിവിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇതാ കുറച്ച് ആൾക്കാർ ഈ ഭാഗത്തുണ്ട്. അവിടെ ഇത്രയും രസകരമായിട്ടുള്ള എക്കോസിസ്റ്റമാണ്. ഇവിടെ ദാ പശുക്കൾ മേലെ ഉണ്ട്. പശുക്കളുടെ ഫാമാണ്. നമുക്കത് കാണാൻ പറ്റിയില്ല. കാള കാള കാള. അപ്പോൾ ഇത് ഇത്രയും ഈ ഡിസിപ്ലിൻ കണ്ട് നമ്മളും കൂടെ ഒന്ന് പഠിക്കണം. ഇവിടെ താറാവുകളുടെ എക്കോസിസ്റ്റം നോക്കണം. ഇവിടെ നാച്ചുറലായിട്ട് വരുന്ന ഒരു നീർച്ചോലയിൽ അവരെല്ലാം അർമാദിച്ച് ആസ്വദിക്കുകയാണ്. കണ്ടോ, പ്രകൃതിയിൽ ജീവിച്ച് പ്രകൃതിയുടെ കാഴ്ചകൾ, പ്രകൃതിയുടെ എല്ലാ സംഭവങ്ങളോടുമായി ഇടചേർന്ന് ജീവിക്കുന്ന ഒരു പറ്റം താറാക്കൾ. എന്ത് ഭാഗ്യവാന്മാരല്ലേ. അവർക്ക് വേറെ ഒരു രീതിയിലുള്ള ചിന്തകളും ഇല്ല. പ്രകൃതിയിൽ വളരെ സ്വച്ഛ സുന്ദരമായി അവരങ്ങനെ വിഹരിക്കുകയാണ്. ഇത് നാച്ചുറലി വരുന്നൊരു അരുവി തന്നെയാണ്. അതിങ്ങനെ ഒഴുകി ഒരു ചെറിയ മരപ്പാലമൊക്കെ ഉണ്ട്. ഇത് ഒഴുകി അങ്ങനെ തലയ്ക്ക് പോകുന്നു. ഇതെല്ലാം പതിക്കുന്ന താഴേക്ക് തന്നെയാണ് കേട്ടോ. മിക്കവാറും ഇതെല്ലാം പോകുന്ന നമ്മുടെ താഴേക്കുള്ള പോത്തുണി ഡാമിലേക്ക് തന്നെ ആയിരിക്കും ഇതെല്ലാം പോകുന്നുണ്ടാവുക. അപ്പോൾ നെല്ലിയാമ്പതിയുടെ ബ്യൂട്ടി ഇതൊക്കെയാണ് മക്കളെ, ഒരു രക്ഷയില്ല. ഈ മരപ്പാലത്തിന് അടിയിലൂടെയാണ് ഇതിന് മണ്ണൊക്കെ ഇട്ട് താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു പാലമാണ്. ഇവിടെയൊക്കെ നമുക്ക് അടിയിൽ കൂടെയൊക്കെ വെള്ളം കാണാം. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം കാണാൻ സാധിക്കും. അത് നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ വന്ന് കാലടിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനെയൊരു സംഭവമാണ്. അപ്പോൾ ശ്രീകുട്ടൻ്റെ ആംഗിളിലൂടെ നമുക്ക് എങ്ങനെ താറാക്കളെ കാണാം നോക്കാം. അതെല്ലാം അങ്ങോട്ട് കയറിയില്ലേ, അത് ഞാൻ എടുത്തു. അപ്പോൾ അവർ ഈ ഭാഗത്ത് നിന്ന് കയറിയിട്ട് ഈ താറാക്കൾ ഈ ഭാഗത്ത് നിന്ന് കയറി അവരങ്ങോട്ടെത്തി. കണ്ടോ, എന്ത് രസമാണ് നോക്കണം അവരുടെ ജീവിതം. ഇതൊക്കെയാണ് നെല്ലിയാമ്പതിയുടെ ചില രസകരമായിട്ടുള്ള കാഴ്ചകൾ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറയാൻ വയ്യ, ഈ പാലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു നേച്ചർ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് എങ്ങനെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യട്ടെ. നമ്മളിനി ഈ ഭാഗത്തു നിന്ന് എല്ലാം നടന്ന് നമ്മൾ ഇതിൻ്റെ ഒരു സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ മുഴുവനും കാപ്പി എസ്റ്റേറ്റ് ആണ് കേട്ടോ. സൈഡിൽ കാണുന്ന മുഴുവൻ കാപ്പി എസ്റ്റേറ്റ് ആണ്. അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ കയറി പോവാം. പക്ഷെ അത് നോക്കണം, പെർമിഷൻ വേണമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് രസകരമായിട്ടുള്ള അടിപൊളി സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം. നമുക്ക് എന്താണെങ്കിലും ഈ താറാവിൻ്റെ അടുത്തേക്ക് ഒന്ന് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അടിപൊളി. ഈ ഫാമിൻ്റെ കാഴ്ച ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കണ്ടിട്ട് താറാവിൻ്റെ കൂട്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അവർ പ്രകൃതിയുടെ കൂടെ ജീവിക്കുന്നത്. അവിടെ വെള്ളം ചിലപ്പോൾ അത്ര വൃത്തി ഉണ്ടാവില്ല ശ്രീകുട്ട. ചളി വെള്ളമാണ്. കാൽ നനയ്ക്കല്ലേ. വേണ്ട, കാൽ നനയ്ക്കല്ലേ. ചളി വെള്ളമാണ്. നോക്കൂ, അത്ര ഇത് മഴക്കാലമൊക്കെ നല്ലപോലെ വെള്ളം വരുമായിരുന്നിരിക്കണം. ഇപ്പോൾ അത്ര തെളിഞ്ഞ വെള്ളമല്ല.
ചെളിവെള്ളമാണ്, ചിലപ്പോൾ ഇൻഫെക്ഷൻ വരും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെ താറാക്കളെല്ലാം സുഖകരമായിട്ട് അവിടുന്ന് കുളിച്ചിറങ്ങി തമ്പുരാക്കന്മാരും തമ്പുരാട്ടികളും കൂടെ നീരാട്ട് കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറി വന്ന ആ മരപ്പാലം അതായിരുന്നു, മൺപാലം അതായിരുന്നു. നമുക്ക് തിരിച്ച് അതുവഴി തന്നെ പോവാം അല്ലേ. ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. നമ്മുടെ പാർക്കിംഗ് ഏരിയയുടെ ഈ ചുറ്റും മനോഹരമായിട്ടുള്ള ഒരു രംഗമാണ്. പക്ഷെ എന്താണെന്ന് പറയുന്നത് നമുക്കറിയില്ല. ചുറ്റും അടിപൊളി രംഗങ്ങളാണ്. നമുക്കത് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ സമയമില്ല. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തോളൂ. ഇതിന് ചുറ്റും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നീട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ കുറേ ചെരുവുകളും കുന്നുകളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ ആ കല്ലിൻ്റെ സംഭവങ്ങൾ, അതെന്തിൻ്റെയോ സർവേ കല്ല് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ചുറ്റും അതിബൃഹത്തായ കാഴ്ചകൾ തന്നെയാണ്. നമുക്ക് ഈ ഫാം ഹൗസിൻ്റെ ഭാഗത്ത് നമുക്ക് വിട വാങ്ങാം. അപ്പോൾ ഒത്തിരി നവ്യമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഗ്രീൻലാൻഡിൻ്റെ ഫാം ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ വിട വാങ്ങി നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്പോട്ട് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ നമ്മൾ ആ ഫാം ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഗംഭീരമായിട്ടുള്ള ഡ്രൈവ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ്സ് കാണാത്ത കൂട്ടുകാർ ദയവേത് കഴിഞ്ഞ എപ്പിസോഡ്സ് എല്ലാം കാണണം. നമ്മൾ ഈ യാത്ര ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പോത്തുണ്ടി ഡാമിൽ നിന്നാണ്. റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് പോത്തുണ്ടി ഡാമിൽ നിന്ന് നെല്ലിയാമ്പതിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ദൂരം താണ്ടി 9ാമത്തെ എപ്പിസോഡിലാണ് നമ്മുടെ സീരീസിൻ്റെ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഈ യാത്രയിൽ ഓർക്കുമ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. ഇതിൽ കൂടെ വരുമ്പോണ്ടായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നിമറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഗ്രീൻലാൻഡിൻ്റെ ഫാം ഹൗസ് കണ്ടു. ആ ഫാം ഹൗസ് കണ്ടതിന് ശേഷം അവിടുത്തെ ഒരുപാട് എക്സ്പീരിയൻസസ്, എക്സ്പ്ലോറേഷൻസ് എല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം നമ്മളങ്ങനെ മറ്റൊരു ഗംഭീരമായിട്ടുള്ള സ്ഥലം ലക്ഷ്യമാക്കി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോത്തുണ്ടി ഡാം ആൻഡ് നെല്ലിയാമ്പതി റോഡ് ട്രിപ്പ് സീരീസിൽ ഞാൻ നിങ്ങളെ നെല്ലിയാമ്പതിയുടെയും പോത്തുണ്ടി ഡാമിൻ്റെയും ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളും ചരിത്രവും അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സസ്പെൻസുകളും പ്രകൃതി കാഴ്ചകളും പ്രകൃതി ഭംഗിയും ഒന്നും പരമാവധി വിടാതെ ഞങ്ങൾ ഈ റോഡ് ട്രിപ്പിൽ കവർ ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നവ്യമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുടെ ഒരു ശേഖരം തന്നെയാണ് നമ്മുടെ ഈ പാലക്കാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായ, ഒരു കാലത്ത് പാവങ്ങളുടെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം നെല്ലിയാമ്പതി എന്ന് പറയുന്ന ഈ സ്ഥലം. ഈ ഫാം ഹൗസിൽ നിന്ന്, ഗ്രീൻലാൻഡ് ഫാം ഹൗസിൽ നിന്ന് നമ്മൾ കേശവൻ പാറയിലേക്ക് പോകുന്ന റോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗംഭീരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രകൃതിക്ക് ഇണങ്ങിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണെങ്കിലും ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ പുറകെ ഒക്കെ വരും. കാരണം സൂക്ഷിച്ച് പോയില്ല എങ്കിൽ റോഡൊക്കെ വളരെ ചെറിയ റോഡുകളാണ്. അപ്പോൾ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മുഖാന്തരം മറ്റുള്ളവർ മുഖാന്തരം നമുക്കും ഒന്നും അപകടം വരാത്ത രീതിയിൽ ശ്രദ്ധയോടുകൂടി സസൂക്ഷ്മം ഓരോ ഇഞ്ചോടിഞ്ച് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ഏതാണ്ട് അരമണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ കേശവൻ പാറയിലോട്ട് എത്തുന്നത്. എവിടെ നിന്ന്? നമ്മൾ കണ്ടിട്ട് ഫാം ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അരമണിക്കൂറിൻ്റെ യാത്ര ഞാൻ വെറും 1 മിനിറ്റ് 37 സെക്കൻഡിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് യാത്ര ഞാൻ കാണിച്ചു, ഒരുപാട് റോഡ് ട്രിപ്പുകൾ കാണിച്ചു, ഒരുപാട് ഡ്രൈവ് ഞാൻ കാണിച്ചു. സ്റ്റിൽ ഇനിയും കൂടുതൽ ഒരേ രംഗം അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള രംഗങ്ങൾ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ ആ ഒരു അരമണിക്കൂറിൻ്റെ യാത്ര ഞാൻ ഫുൾ കവർ ചെയ്യാതെ ഞാൻ ജസ്റ്റ് ഒരു ടൈം ലാപ്സിൽ ഇട്ടുകൊണ്ട് വെറും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയും
നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സഞ്ചാരി, ഒരു യാത്രികൻ, ഒരു വീഡിയോഗ്രാഫർ, ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് എന്തെന്ത് ഷൂട്ട് ചെയ്താലും നമുക്ക് മതിയാവാതെ അത്രയും ഗംഭീരമായിട്ടുള്ള പ്രകൃതിയെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതെല്ലാം കണ്ടാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാഴ്ചാനുഭവം നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഈ വഴി ഒന്ന് ചിത്രീകരിക്കാം എന്ന് വിശ്വസിച്ചു. ഈ ഓറഞ്ച് ഫാം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രകൃതി തന്നെയാണ്, പ്രകൃതി വിഭവങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരു സഞ്ചാരിക്ക് എത്ര കണ്ടാലും മതിയാവാത്ത രീതിയിലുള്ള അത്രയും മാത്രം പ്രകൃതിയുടെ വൈവിധ്യങ്ങൾ നമുക്ക് ഈ നെല്ലിയാമ്പതിയുടെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ സാധിക്കും. ഈ അവസരം മിസ്സാക്കരുത്. നമ്മൾ സഞ്ചാരം തുടർന്നുകൊണ്ട് കൈകാട്ടി ജംഗ്ഷനിൽ എത്തി. നമ്മൾ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയുടെ ഒരു കവാടം എന്ന് പറയുന്നത് കൈകാട്ടി ജംഗ്ഷനായിരുന്നു. കൈകാട്ടി ജംഗ്ഷൻ നമ്മൾ തിരിഞ്ഞിട്ടാണ് നമ്മൾ സീതാർകുണ്ടിലോട്ടൊക്കെ പോയത്. തിരിച്ച് നമ്മൾ കൈകാട്ടി ജംഗ്ഷൻ എത്തി. അവിടെ നിന്ന് എഗെയിൻ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കേശവൻപാറ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ വന്നിട്ട് നമ്മൾ ആ ഫാം ഹൗസിൽ നിന്നും, ഗ്രീൻ ലാൻഡ് ഫാം ഹൗസിൽ നിന്നും വന്നിട്ട് കൈകാട്ടി ജംഗ്ഷൻ വരെ തന്നെ എത്തി. കൈകാട്ടി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു. നമ്മൾ വന്ന വഴി ഇങ്ങനെയായിരുന്നു, പാലക്കാട് നിന്ന് വന്ന വഴി ഇങ്ങനെയായിരുന്നു. നമ്മൾ കൈകാട്ടിയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോയി. നമ്മളിപ്പോൾ ആ വഴി തിരിച്ചു വന്നതിന് ശേഷം മറ്റേ റൂട്ടിൽ കയറി വന്നിട്ട് നമ്മളിപ്പോൾ കേശവൻപാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേശവൻപാറ ഞാൻ ടൈം ലാപ്സ് ഇട്ടത് കുറച്ച് കൂടി പോയി, കാരണം ഞാൻ ആ റോഡ് പറഞ്ഞൊന്നും ക്ലിയർ ആയിട്ട് വന്നില്ല. കാരണം ടൈം ലാപ്സിനകത്തത് ഞാനത് തിരിച്ച് കൊണ്ടുവരാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും അത് ക്ലിയർ ആയില്ല. കൈകാട്ടി ജംഗ്ഷൻ നമ്മൾ തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് കേശവൻപാറ സ്ഥലത്ത് നിന്നെത്തി. കേശവൻപാറയുടെ ഭാഗത്ത് നമുക്ക് പോകാൻ വേണ്ടി നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അങ്ങ് കാണുന്ന ആ വഴി കണ്ടോ, അതിൽ കൂടെ നടന്നു പോകണം കുറച്ച് ദൂരത്തേക്ക് കേശവൻപാറ പോകാൻ. അപ്പോൾ നമുക്ക് കേശവൻപാറയ്ക്ക് പോകാം. ഒരു ചെറിയൊരു ഓഫ് റോഡ് വാക്കിംഗ് ആണ്. പോയാലോ? ഇവിടെ കേശവൻപാറയ്ക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ AVT മണലാരു ടീ ഗാർഡൻ ഫ്രഷ് ഫാക്ടറി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുവഴി ഇത് നമ്മുടെ ലാൻഡ്മാർക്കാണ്. ഇവിടെ AVTയുടെ ഫാക്ടറി. ഇവിടെ കുറച്ച് വ്യൂ പോയിൻറ്റ്സിൻ്റെ പേരെല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് പോകാൻ, ഇങ്ങനെ പോകാൻ. അപ്പോൾ AVT ഗാർഡൻ ഫ്രഷ് ടീ സെയിൽ കൗണ്ടർ എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ അമ്പലം ഇവിടെ നമുക്ക് കാണാം. ഒരു തമിഴ് ശൈലിയിൽ ഉള്ള ഒരു അമ്പലമാണ്. ഒരു ദുർഗ ദേവി ഒക്കെ ആയിട്ടൊരു കോൺസെപ്റ്റിലൊരു അമ്പലം കാണാം. ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് കേശവൻപാറ എന്നുള്ളൊരു ഓഫ് റോഡ് വാക്കിങ്ങിന് പോവുകയാണ്. ഗംഭീരമായിട്ടുള്ള അടിപൊളി ഫീലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എസ്റ്റേറ്റും അതുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളും എല്ലാം നമുക്ക് കാണാം. ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ ശരിക്കും ആ വാൾപ്പാറ പോയ മെമ്മറീസൊക്കെ ഓർമ്മ വരുന്ന ഈ സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കേശവൻപാറയിലേക്ക് നമുക്കെത്താം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നമുക്ക് നടക്കാം. ഈ നടത്തവും ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ എന്തൊരു സംഭവം കാണാം. എന്തൊരു ഡ്വെല്ലിംഗ് പ്ലേസാണ്. എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ ഒരു വാസസ്ഥലമാണ്. ഇത് ആരുടെ എന്താണെന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു ഗേറ്റ് കണ്ടു ഇവിടെ. ഈ ഗേറ്റിലൂടെ നമ്മൾ പാസ് ചെയ്ത് കേശവൻപാറ ലക്ഷ്യമാക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിബിഡമായിട്ടുള്ള വനം, ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. യാമി നടക്കാൻ വയ്യ? എന്താ നടക്കാൻ വയ്യാത്തത്? അങ്ങനെ ഇരുന്നോ? അടിപൊളി. അച്ഛനെ മുടി പിടിച്ച് ബലത്ത് മുടി പിടിച്ചിരുന്നോ കേട്ടോ. ഇങ്ങനെ ആ സൗണ്ട് കേൾക്കുന്നത് AVT ടീ ഫാക്ടറിയുടെ അവിടെ നിന്നുള്ള പ്രൊഡക്ഷൻ സംഭവങ്ങളുടെ സൗണ്ടാണ് നമുക്കിവിടെ ശരിക്കും കേൾക്കാൻ പറ്റുന്നത്. ഈ വനത്തിലൂടെയുള്ള ഈ ഒരു എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകൾ സീരീസിൽ അഭിലാഷ് സമ്പത്ത് ട്രാവൽ ഫുഡ് സൈക്കോളജി ചാനലിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എക്സ്പെഡീഷനാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ഷൂട്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സംഗതിയൊന്നും ഒരുപക്ഷെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം തന്നെ നമുക്ക് കിട്ടിക്കൊള്ളാം എന്നും
ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിബിഡ വനത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചാരം തന്നെ നല്ലൊരു എക്സ്പീരിയൻസാണ്. പക്ഷെ ഇപ്പോൾ ഇറക്കമാണ്. പക്ഷേ തിരിച്ച് വരുമ്പോൾ കയറ്റമൊക്കെ കയറുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇറക്കം നമ്മൾ ശരിക്കും ഇത് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. കേശവൻ പാറ ഇവിടെ കയറൊക്കെ വിരിച്ചിട്ടുള്ള റോഡായിരുന്നു ആക്ച്വലി. കണ്ടോ, താഴെ കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടെ റോപ്പെല്ലാം വിരിച്ച് ഇതിനെ അങ്ങനെ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ റോപ്പിന് പകരം ടാറോ കോൺക്രീറ്റൊക്കെ ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഡ്യൂറബിളായിട്ട് നിന്നേനെ എന്നെനിക്ക് തോന്നിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. നമ്മളങ്ങനെ ഈ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കയർഭൂവസ്ത്രം എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു പാറ്റേണിലാണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം ഇപ്പോൾ കാലഹരണപ്പെട്ടു പോയ ലക്ഷണം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നല്ല എക്സ്പെഡീഷനാണ്. നല്ല ചായയുടെ മണം അല്ലേ? ചായ കുടിക്കാൻ തോന്നുന്നില്ലേ? നല്ല ചായയുടെ മണം, സൂപ്പർ ചായയുടെ മണം. അവിടെ അച്ഛനും മോളും കൂടെ വരുന്നുണ്ട്. ടടടാങ് 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 ടടടാങ്. ഏലൈസ കേശവമ്പാറയിലേക്ക് ഏലൈസ കേശവമ്പാറയ്ക്ക് ഏലൈസ. കൊച്ചു കള്ളി ആമി ആമി. കാട് എങ്ങനെയുണ്ട്? കാട് നന്നായിട്ടില്ലേ? അടിപൊളി കാടാണ് അല്ലേ? അങ്ങനെ കേശവൻ പാറ ലക്ഷ്യമാക്കി നമ്മൾ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി കൂടുതൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി നമ്മുടെ ഈ നെല്ലിയാമ്പതി യാത്ര keeps on continuing. See you all in next episode. Tata. Thank you for your time. See you all in the next episode. Keep watching us. Thank you.